മുതലാളിമാരെല്ലാരും കൂടെ പാവങ്ങളുടെ കൂരയില്. പാവങ്ങളാണ്ടേ. ആ തീർച്ചയായും. നീയല്ലടാ പറഞ്ഞത് ഇതെല്ലാം ആനപ്പാറയിലെ ഗുണ്ടകളാണെന്ന്. ഇവിടുത്തുള്ളന്ന് ഏയ്, അവരെ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോവില്ല. കൊണ്ടുപോകും. ഇത് അഞ്ചാമത്തെ ഓർമ്മ വേണം. ഞാൻ ആരാ? പൗലോസേട്ടൻ വെള്ളം അടിച്ചാൽ സ്വന്തം പേര് പോലും പറക്കും. അതല്ല ചോദിച്ചത്, ഞാൻ നിങ്ങളുടെ ആരാന്ന്. ഞങ്ങളെ ശാസിക്കാനും ശിക്ഷിക്കാനും ഒക്കെ അധികാരമുള്ള ഞങ്ങളുടെ സ്വന്തം പൗലോസേട്ടൻ. എന്തിനാ എന്നെ അടിച്ചേ? നീയല്ലേ പറഞ്ഞത് എനിക്ക് ശാസിക്കാനും ശിക്ഷിക്കാനും അധികാരമുണ്ടെന്ന്? ശാസിച്ചത് എങ്ങനെയുണ്ട്? കുടിച്ചാരും കൊണ്ട് ഒരു വേദനയില്ല, തരിപ്പുണ്ടാവുള്ളൂ. അതൊക്കെ പോട്ടെ, നമ്മളിപ്പോ എവിടെയാ? സ്വർഗത്തില്. ഏത് സ്വർഗത്തില്? മുകളിലെ സ്വർഗത്തിലോ ഭൂമിയിലെ സ്വർഗത്തിലോ? ഭൂമിയിലെ സ്വർഗത്തിന്റെ മുറ്റത്ത് ഒരു മേശയും 2 കസേരയൊക്കെ ഇട്ട് ലാർജും സ്മോളും മാറി മാറി അടിക്കണു. എന്ത്? ഈ സ്വർഗത്തിൽ മാലാകമാരും പിശാചുകളെ കൊണ്ടോ പോലും ചേട്ടാ? ഉണ്ടല്ലോ, മാലാഖയാണ് ഞാൻ. എന്റെ തൊട്ടടുത്ത് ചുവന്ന ബനീനിട്ടിരിക്കുന്ന ആളാണ് പിശാച്. അപ്പൊ ഞാനാരാ? എന്റെ മാലാഖയല്ലാതെ പിന്നെ ആരാ? വർണ്ണ ചിറകുകളും സ്വർണ്ണ തലമുടിയും വെള്ളാരം കണ്ണുകളുമുള്ള ഗബ്രിയേൽ മാലാഖയാണ് നീ. മാലാകമാർക്ക് അച്ഛനും അമ്മയും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്നെ പോലെ തനാഥ ജന്മങ്ങളെല്ലാം മാലാകമാരായിരിക്കേണ്ട ചേട്ടാ. നിർത്ത്. വെള്ളമടിച്ചാൽ നിനക്കിത് പതിവാ. ഈ വിഷയം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടിച്ചതിന്റെ കെട്ട് വിട്ടു എന്ന് വെച്ചാ ഞാനൊരു കാര്യം പറയാം. ആ ദേവവർമ്മയുടെ ആളുകളെ തല്ലിയതൊക്കെ ഞാൻ അറിഞ്ഞു. ഇപ്പൊ തന്നെ ആവശ്യത്തിൽ കൂടുതൽ സ്വത്തില്ലേ? ആർക്ക് വേണ്ടിയാ ഇതൊക്കെ വാരിക്കൂട്ടുന്നത്? ഇതിനൊരു അവകാശമുണ്ടോ? നിനക്കൊരു കൂട്ടുണ്ടോ? അതുകൊണ്ടാ ഞാൻ പറയണേ, നിനക്കൊരു കല്യാണം. പഴയ പാട്ട് തന്നെയല്ലേ വീണ്ടും വീണ്ടും പാടുന്നത്? കൂട്ടിനൊരു പെണ്ണിനെ തേടി പോയപ്പോഴുണ്ടായ അനുഭവങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നോ? എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ലല്ലോ. പല സ്ഥലത്ത് നാട്ടി പുറത്താക്കിയിട്ടില്ലേ? തല കുനിച്ചല്ലേ നമ്മൾ 3 ആള് ഓരോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിട്ടുള്ളത്? പെമ്പിള്ളേരുടെ തന്തമാര് മുഖത്ത് നോക്കി ചോദിച്ചിട്ടില്ലേ ഉണ്ടായത് ആർക്കാ, ഉണ്ടാക്കിയത് ആരാന്നൊക്കെ? ഇനിയൊരു പരീക്ഷണം വേണ്ട. എന്റെ കുടുംബം നിങ്ങളാ. അച്ഛനും അമ്മയും ഏട്ടനും അനുജന്മാരും ഒക്കെ നിങ്ങളാ. അത് മതി. അതല്ല, നിങ്ങൾക്ക് എന്നെ മടുത്തു തുടങ്ങിയെങ്കിൽ പോവാം രണ്ടുപേർക്കും. നിന്നെ മടുക്ക്? എന്താ ഈ പറയണേ? ഈ ജന്മം അതിന് കഴിയില്ല കുട്ടി. നിനക്ക് ഞങ്ങളെ മടുക്കുന്നവരെ ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവും, അത് ഉറപ്പാ. ഇനി നീ ആട്ടി പുറത്താക്കിയാലും ഞങ്ങൾ പോവില്ല. കാരണം ഇതിലും വലിയൊരു സ്വർഗം ഞങ്ങൾക്ക് ഈ ഭൂമിയിലില്ല. മോർണിംഗ്. ജീവൻ ദിവസം ഓടാറുണ്ടോ? ഇല്ല, ആഴ്ചയിൽ 7 ദിവസം. ആഹാ, രാവിലെ നല്ല മൂഡിലാണല്ലോ. നല്ല ജോക്സ് ഒക്കെ വരുന്നു. ജോഗ് ചെയ്യുമ്പോ ജോക്സ് പറയുന്ന എന്റെ സ്റ്റൈലാ. എന്താ ബ്രേക്ക് ഇട്ട് കളഞ്ഞത്? കാല് കൊടുത്ത് പോട്ടെ. വയ്യ, ഇന്ന് ഇത്രേ മതി. കണ്ടോ, എനിക്കൊരു കപ്പ് കാപ്പി പോലും ജീവൻ ഓഫർ ചെയ്തില്ല. നോ പ്രോബ്ലം, ഞാൻ എടുത്തോളാം. നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ ഒരു ഫോർമാലിറ്റി? ഓ പണ്ടാറം. ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ, ജീവൻ എന്താ വിവാഹം കഴിക്കാത്തത്? കാലത്ത് പൗലോസേട്ടൻ ഉണ്ടാക്കി തരുന്ന ആഹാരം കഴിച്ചാ പിന്നെ വേറെ ഒന്നും കഴിക്കാൻ തോന്നില്ല. വീണ്ടും കോമഡി. സമ്മതിച്ചിരിക്കുന്നു. ഇതെങ്ങനെ പറ്റുന്നു? കോമഡി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെഷീൻ വീട്ടിലുണ്ടേ. അതിൽ നിന്ന് ഇങ്ങനെ അടിച്ചിറക്കണതാ. നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ? സത്യം പറഞ്ഞ എനിക്ക് ഒരു പണിയുമില്ല. ഇവിടെ വന്ന ശേഷം ആകെ ബോറടിച്ചിരിക്കുക. ചേട്ടനാണെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റും പിടിക്കുന്നില്ല. വലിവുണ്ടേ? അതേടി, എന്നെ ഉറക്കി കിടത്തിയിട്ട് നീ വേലി ചാടി അല്ലേടി ഒരുമ്പട്ടോളെ. ഈ പ്രായത്തിന് നിന്നെ കെട്ടാൻ അറിയാമെങ്കിൽ നിന്നെ കെട്ടിയിടാനും അറിയാടി. ഇങ്ങോട്ട് വാടി. നാണമില്ലോടോ എനിക്ക്?
കൂടെ ഓടാനും ശൃംഗരിക്കാനും മറ്റൊരുത്തന്റെ ഭാര്യ കിട്ടുള്ളൂ. ഒന്നുമില്ലെങ്കിൽ തന്നെ പോലെ ഞാൻ ഒരു ചെറുപ്പക്കാരനല്ലോ. പോടാ പുല്ലേ, ഞാൻ കൊല്ലടാ കൊല്ലടാ. എന്റെ ഒരു പൂത്ത പണമുണ്ട്, ആളെ വിട്ടിയാൽ നിന്നെ കൊല്ലിക്കും. ആൾക്കാർ കേൾക്കും. കേൾക്കട്ടെ നാട്ടുകാർ പിന്നെ തെണ്ടിത്തരം. രണ്ടെണ്ണത്തിനും നാട്ടിക്ക് ഞാൻ. ആ ഇയാളെ വിളിച്ചോണ്ട് പോ. വെറുതെ തന്നെ കൈക്ക് പണി ഉണ്ടാക്കരുത്. കിളവനാന്നൊന്നും ഞാൻ നോക്കൂല. ആരാടാ കളവൻ? ചേട്ടാ. എന്താടാ എഞ്ചടാ ആരാടാ കളവൻ? ഞാൻ അവനെ എന്നെ കൊല്ലാൻ വരുന്നേ. ഏയ്, എന്നെ രക്ഷിക്കണേ. ഇവിടെ ഒന്ന് പറയാം. ഓടരുത്. എന്നെ കൊല്ലാൻ വേണ്ടിട്ടല്ലേ വരുന്നത്. വിടടാ, വിടടി. നാട്ടുകാരെ എന്നെ കൊല്ലാൻ വരുന്നേ. രക്ഷിക്കണേ. ആർക്കും ഞാൻ അവൻ എന്താ കരുതിയത്? മാറിക്കടി, എന്നാ പിടി, അവനെ പോയി കൊല്ല്. ആ, എന്താ പോലീസ് ഇട്ടത്? പുള്ളി എന്ത് വിവരക്കേട് കാണിച്ചു വെച്ച് ഇത് വിവരക്കേട് ഒന്നുമല്ല, ആ തെണ്ടിയെ ഞാനിന്ന് കൊല്ലും. ഭാര്യയുടെ മുമ്പിൽ വെച്ചാണ് ഭർത്താവിനെ തെണ്ടിന്ന് വിളിക്കുന്നത്. ഛേ, ഭർത്താവും കർത്താവും ഒന്നല്ല, ശത്രു. അവൻ ചെയ്ത പണി എന്താണെന്ന് നിനക്കറിയോ? എന്ത് പറ്റി? എനിക്കറിയില്ല. വീട് നിറച്ച് പോലീസുകാര്. ആ തമ്പാനോട് തമ്പാൻ അവനെ പൊക്കി പിടിച്ച് കൊണ്ടുവന്നിരിക്കുക. ഒരു പെണ്ണ് നിന്ന് കരയിലുണ്ട്. മാറിക്കടി, ഇനി അവനെങ്ങാനും അവളെ ബലാത്സംഗം ചെയ്തത്. ചേട്ടാ വണ്ടിക്കർ. ഞാൻ ആരെയും തട്ടിക്കൊണ്ടുപോയില്ല. ഞാൻ കിമ്പളം വായിക്കുന്ന കംപ്ലൈന്റ് ഒടിപ്പിച്ച എന്റെ ശത്രു എന്റെ കുടുംബം പട്ടിണിയാണ്. എന്താ തെണ്ടാന്ന് വെച്ചാ അതിന് നീ സമ്മതിക്കണം. എടാ കാപറിക്ക് വിടുവാ 12. എന്താ തമ്പാനെ, എന്താ പ്രശ്നം? പ്രശ്നം ഗുരുതരമാണ്. ജാമ്യം കിട്ടാത്ത കേസാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ. സാറ് പറഞ്ഞത് ശരിയാണോടാ? ഇവരുടെ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തു എന്നുള്ള സത്യം മതി. ഇപ്പൊ 1 ഡസനായി. ഏற்கனவே ഞാൻ 11 പോട്ടാച്ച്. പക്ഷെ കിഡ്നാപ്പ് ചെയ്തത് ഞാനല്ല. ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഈ പൗലോസ് ഏട്ടൻ. എടാ ഞാനോ തോന്നിവാസം കളിച്ചിട്ട് നുണ പറയാ? കത്തിങ്ങാടോ. സത്യം പറയടാ, എന്താണ് ഉണ്ടായത്? നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കാതെ ഇവന്മാരോട് നമ്മുടെ കുഞ്ഞോടെ ചോദിക്കേ. ദേ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ, എല്ലാത്തിനെയും കുത്തി കീറിക്കളയും ഞാൻ. പ്ലീസ് നിങ്ങളൊന്ന് സമാധാനിക്ക്. ഞാൻ ജീവൻ ഇന്നലെ വൈകുന്നേരം കൃത്യം 6:39 നിങ്ങളുടെ വണ്ടിയിൽ കുട്ടിയെ കണ്ടവരുണ്ട്. അതിനുശേഷം കുട്ടിയെ കാണാനില്ല. കൃത്യം 7:39 ഇയാൾ ആ വണ്ടി സിറ്റിയിൽ കൂടി അമിത വേഗത്തിൽ ഓടിച്ചുകൊണ്ട് പോകുന്നതും കണ്ടവരുണ്ട്. അയ്യോ, അത് ചായപ്പൊടി ഓടിക്കാൻ പോയതാ. കൃത്യം 8:39 എനിക്ക് പരാതി കിട്ടിയത്. അതൊക്കെ പിറകെ എന്നെ നടന്നത്. ബഹളം വെക്കണേ. വലിക്കടാ, വലിക്കടാ. ഇവ രക്ഷപ്പെടാൻ നോക്കണ്ട. തമ്പാന് കീഴടങ്ങ്. കിട്ടി. കുട്ടിയെ തട്ടിയോ? ഇല്ല, എനിക്കൊന്നും അറിഞ്ഞൂടാ. ജീവ എന്താ? അയ്യോ, ഏതാ കള്ളാ. വാ. മോനെ, മോനെ, എന്റെ പൊന്നു മോനെ. സോറി സാർ, ഐ എം റിയലി സോറി. ആക്ച്വലി സംഭവിച്ചെന്താന്ന് വെച്ചാൽ സോറി മതി. എന്തായിരുന്നു കിഡ്നാപ്പിംഗിന്റെ ഉദ്ദേശം? കിഡ്നാപ്പിംഗ് ഒന്നുമല്ല സാർ. സ്കൂളിൽ വെച്ച് മോൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞു സിനിമ കാണണമെന്ന്. ഞങ്ങൾ ഒന്നിച്ച് ഇവിടെ വന്നൊരു വീഡിയോ ഫിലിമും കണ്ടു. അതപ്പോ ഞാൻ കണ്ടില്ലല്ലോ. ആ, ഞങ്ങൾ വന്നപ്പോ പൗലോസേട്ടൻ കുളിക്കായിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോ അവനങ്ങ് ഉറങ്ങിപ്പോയി. ഞാനും ഒന്ന് മയങ്ങി. വീട്ടിൽ പോണ കാര്യം അവനും മറന്നു, അവൻ ഇവിടെയുള്ള കാര്യം ഞാനും മറന്നു. അതാ ശരിക്കും സംഭവിച്ചത്. മിസ്റ്റർ ജീവൻ, വളരെ ലാഘവത്തോടെ നിങ്ങൾ പറഞ്ഞു തീർത്തു. ഇവനെ കിട്ടുന്നവരെ ഞങ്ങൾ അനുഭവിച്ച വേദന നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. സോറി സാർ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. മോന്റെ കൂടെ കഴിഞ്ഞ ഓരോ നിമിഷവും എന്താ പറയാ, ഞാനും അവനെ പോലൊരു ഒന്ന് ചോദിച്ചോട്ടെ, കുറച്ചു ദിവസം അവനോട് നിൽക്കട്ടെ. ഒരു കുറവും കൂടാതെ അവനെ പൊന്നു പോലെ ഞാൻ നോക്കിക്കോളാം. കണ്ടില്ലേ, ഇതായിരുന്നു ഇയാളുടെ ഉദ്ദേശം. കുഞ്ഞുങ്ങളോട് അത്രയ്ക്ക് സ്നേഹമാണെങ്കിലേ വല്ല അനാഥാലയത്തിൽ നിന്ന് ദത്തെടുക്കണം. ഇതിനെത്ര ചൂടാവേണ്ട കാര്യം എന്താ പെങ്ങളെ? ഇവനെ കൂടാതെ വേറെ 3-4 വീട്ടിലില്ലേ? ഒരെണ്ണത്തിന് ഒരു ദിവസം കണ്ടില്ല എന്ന് വെച്ചാ ഉറക്കം വരില്ലേ? ഇത് വലിയ കൂത്തായി. അത് മനസ്സിലാവണമെങ്കിലേ തന്തയ്ക്കും തള്ളയ്ക്കും ജനിക്കണം. മിസ്റ്റർ ജീവൻ, 3 അല്ല 300 എണ്ണം ഉണ്ടെങ്കിലും അച്ഛനമ്മമാർക്ക് മക്കളെല്ലാം വിലപ്പെട്ടതാ.
തനിക്കൊരു കുഞ്ഞുണ്ടാവുമ്പോഴേ മനസ്സിലാവും, പണം കൊണ്ട് മാതൃത്വത്തിന് മാത്രം വില പറയാൻ പറ്റില്ല. എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, വട്ടാണോ? കാലയിലെ ഒരു കേസ് കിട ചിന്തമാരിയായി പോച്ചേ. എന്ത് വിവരക്കേടാ നീ അവരോട് പറഞ്ഞത്? പിച്ച തെണ്ടിയാലും കൈ നിറയെ പണം കിട്ടിയാലും ഏതെങ്കിലും ഒരു അമ്മ അവരുടെ സ്വന്തം കുഞ്ഞിന് കൊടുക്കൂ? ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെന്തിനാ എന്നെ പ്രസവിച്ച ആ സ്ത്രീ എന്നെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞത്? കുഞ്ഞുങ്ങളോട് അത്രയ്ക്ക് സ്നേഹമാണെങ്കിലേ വല്ല അനാഥാലയത്തിനും ദത്തെടുക്കണം. മിസ്റ്റർ ജീവൻ, 3 അല്ല 300 എണ്ണം ഉണ്ടെങ്കിലും അച്ഛനമ്മമാർക്ക് മക്കളെല്ലാം വിലപ്പെട്ടതാണ്. തനിക്കൊരു കുഞ്ഞുണ്ടാവുമ്പോഴേ അത് മനസ്സിലാവും. ഊണ് കഴിക്കണ്ടേ? ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്താ ഇന്ന് കഴിക്കണ്ടെന്ന്? എനിക്കൊരു അവകാശി വേണം, എന്റെ പിൻഗാമി. എന്റെ ഈശോ മറിയ മൗസേപ്പേടാ ശത്രു, എല്ലാം ഞാൻ കേട്ടെ. നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല, തപ്പി കണ്ടുപിടിക്കണം. ആ കാര്യം ഞങ്ങൾക്ക് വിട്ടു. എന്തൊക്കെയാണ് നിന്റെ ഡിമാൻഡ്? 2 ഡിമാൻഡ്സേ ഉള്ളൂ. ഒന്ന് കക്ഷി ആണായിരിക്കണം, 2 തിരിച്ചറിവാവാത്ത പ്രായം, അതായത് ഒരു 1.5 വയസ്സ്. നീ 1.5 വയസ്സായിട്ടുള്ള ആൺകുട്ടിയാണോ കല്യാണം കഴിക്കാൻ പോണേ? കല്യാണോ? ആർക്ക് പിന്നെ അവകാശി പിൻഗാമി എന്നൊക്കെ പറഞ്ഞത്? പറഞ്ഞു, പക്ഷെ കല്യാണം കഴിക്കാൻ ഞാൻ പറഞ്ഞോ? ഞാൻ കരുതി നിനക്ക് നല്ല ബുദ്ധി ഉദിച്ചുന്ന്. കല്യാണം കഴിക്കാതെ പിന്നെ എങ്ങനെ പിൻഗാമി ഉണ്ടാവുക? ഉണ്ടാവും. ആരും അവകാശപ്പെടാനില്ലാത്ത, ആരും ചോദിച്ചു വരാത്ത, ജീവന്റേത് മാത്രമായൊരു കുഞ്ഞ്. അവൻ എന്റേതായിരിക്കണം, എന്റേത് മാത്രം. എന്റെ സ്നേഹവും സ്വത്തും എനിക്കുള്ളതല്ല അവനായിരിക്കും. അങ്ങനെ ഒരു കുഞ്ഞിനെ എവിടുന്ന് കിട്ടാനാ? കിട്ടും. ഏതെങ്കിലും ഒരു ഓർഫനേജിൽ നിന്ന് എന്നെ പോലെ വലിച്ചെറിയപ്പെട്ടൊരു ജന്മം എനിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ ജീവിക്കുന്നുണ്ടാവും. ഐ വാണ്ട് ഹിം, ഐ നീഡ് ഹിം, ആൻഡ് ഹി വിൽ ബി മൈ ജൂനിയർ. ഒരു ബാസ്റ്റഡിന് മറ്റൊരു ബാസ്റ്റഡേ ചേരൂ, അതേ ചേരാവൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയല്ല എന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കില്ലല്ലോ. അപ്പൊ പിന്നെ ഒക്കെ ശരിയെന്ന് പറയാം. എന്നാലും ഇങ്ങനൊരു കുട്ടി വേണ്ട, ജീവന്റെ തീരുമാനത്തിന് മാറ്റമില്ല. എന്താ ഈ നാറ്റം? അയ്യേ, എന്താണോ ഇത്? ഇതാ, ഇത് നമുക്കുള്ള ശാപ്പാട്. എന്താ വേണ്ടേ? അതല്ല ഈ നാറ്റം. നാറ്റോ? എവിടെ? ഹായ്, ഇത് നാറ്റല്ല, നല്ല മണല്ലേ, ഉണക്കമീൻ പൊരിക്കുന്ന മണം. താഴെ എന്നാ? എടോ, ആ പെണ്ണ് മനഃപൂർവ്വം ചെയ്യുന്ന എന്നെ ഉപദ്രവിക്കാൻ. താൻ പോയെന്ന് ചോദിച്ചേ. ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ അത് നാണക്കേടല്ലേ സ്വാമി? തന്നോട് അവിടെ പോയി ഞണ്ണാൻ ചോദിക്കാനല്ല പറഞ്ഞത്. ഞാന് ഒരു ബ്രാഹ്മണൻ അവിടെ താമസിക്കുന്നത്. ഈ ജാതി മണമൊന്നും ഇങ്ങോട്ട് വരാൻ പാടില്ല. അതിന് മണത്തിനോട് പോയി പറയാൻ പറ്റുമോ? മണമേ, ഇവിടെ ഒരു ബ്രാഹ്മണൻ താമസിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരരുത്, അങ്ങോട്ട് പോകുന്നു. തന്നോട് ഞാൻ പറയുന്നത്, സാമിക്ക് ഈ മണം പിടിക്കില്ലെങ്കിലേ സാമി ജനലും വാതിലൊക്കെ അടച്ചിട്ട് ഇവിടെ ഇരിക്കും. അല്ലാതെ വെറുതെ എന്തിനാ അവരായിട്ട് വഴക്കുണ്ടാക്കണേ? വാ, നമുക്ക് ആഹാരം കഴിക്കാം. അന്ന് ഞാൻ പറഞ്ഞില്ലേ സാമിക്ക് ഈ പണി പറ്റില്ല എന്ന്. എന്തെന്നും പറഞ്ഞിട്ട് കമ്പനി നമ്മളെ ഇങ്ങോട്ട് അയച്ചത് ഇവിടെയുള്ളവരുടെയൊക്കെ സ്നേഹം സമ്പാദിക്കാനായിട്ട്. എന്നിട്ട് ഇപ്പൊ ഒരു പെണ്ണ് സ്നേഹിക്കാൻ വന്നിട്ട് അത് സമ്പാദിക്കാൻ സ്വാമിക്ക് പറ്റുന്നുണ്ടോ? മതിയടോ വിളമ്പിയത്. എന്തേ സ്വാമിക്ക് വേണ്ടേ? അല്ല, ഉപദേശം വിളമ്പിയത് മതിയെന്ന് താനിത് എടുത്തു വെച്ചേ. ആ, ഇത് സാമിയുടെ കറി, ഇത് എന്റെ കറി. അതെ, തനിക്കൊരു കറി എനിക്കൊരു കറി. സാമിക്ക് സാമ്പാറ്, പുളിശ്ശേരി, എലിശ്ശേരി, പപ്പടം. എനിക്ക് ചിക്കൻ കറി. എന്ത് ചിക്കൻ കറി? ചിക്കൻ കറിയാ? ആ, എണിക്കണോ? എന്താ എണിക്കണോ? എന്തിന്? തന്നോട് ആരാ പറഞ്ഞ കണ്ട ജന്തുക്കളെ കൊന്നതും വേവിച്ചതും ഒക്കെ വാങ്ങിച്ചോണ്ട് ഇതിനകത്ത് വരാൻ? സാമി ഇത് എനിക്ക് തിന്നാൻ വേണ്ടി അങ്ങനെ താനിപ്പോ ശവം തിന്ന് വിശപ്പടക്കണ്ട. കൊണ്ടുകളയാണോ? എന്ത് കൊണ്ടുകളയാൻ? എങ്ങനെ? എന്തെന്നാണ്? പിടിച്ചു വലിക്കരുത് സ്വാമി, ഞാൻ പറയട്ടെ, ഞാൻ കളയണോ? കളയാൻ. കുളിമുറി, കളയാൻ. കുളിമുറി എവിടെ? കുളിമുറി. ഈ വീട്ടിലൊരു സ്ഥാനം കളയാൻ പോലും സ്ഥലം അതല്ലേ ഞാൻ പറഞ്ഞത്. എവിടേക്ക്? ഞാൻ ചോറ് കെട്ട് വരാന്ന്. ഞാൻ ചോറ് കെട്ട് വരാം. പിടിച്ചു വലിക്കരുതെന്ന് പറഞ്ഞു. എവിടേക്ക് വലിക്കലെന്നെ? സ്വാമി, ഞാൻ പറയണത് കേക്ക്. ഇത് ഞാൻ കൊതി കൊണ്ട് മേടിച്ചതാ, ഇന്നത്തോടെ ലാസ്റ്റ്. ഇനി ഞാൻ മേടിക്കില്ല. സ്വാമിയാണ് സത്യം. മതിയടോ, കുറെ നാളായില്ലേ പട്ടി തിന്നാൻ തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും മനുഷ്യന് തിന്നേണ്ട തിന്ന് ജീവിക്ക്. അതെ, ഇതൊരു ചിക്കൻ കറിയാണ്. ഇതൊന്നും ഞാൻ കഴിക്കില്ല, ഈ ആളും കഴിക്കില്ല. ഞാൻ കഴിക്കില്ല എന്നാരാ പറയണ? നിങ്ങൾ എടുത്തോ. ഞാൻ വിടില്ല. പോയി. അയ്യോ, ഉണ്ണി, ഉണ്ണി, എന്താമ്മേ? ദേ നോക്കിയേ, നിനക്ക് വേണ്ടി സ്വാമി മേടിച്ചോണ്ട് വന്നിരിക്കുന്നത് എന്താന്ന്? ചിക്കൻ കറി.
ഇയാളെ കോളനിക്കാരൊന്നും കൊല്ലേണ്ടി വരില്ല. സാമ്പാറിൽ വിഷം കലക്കി ഞാൻ തന്നെ കൊല്ലും. നോക്കിക്കോ ജോസഫേ. ഇയാൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ച? ഞാൻ ദേ വരുന്നു സ്വാമി. എന്താ മനുഷ്യൻ തിന്നണതൊക്കെ പട്ടി തിന്നു, പട്ടി തിന്നണതൊക്കെ മനുഷ്യൻ തിന്നു. സമാധാനമില്ല. തിന്നോ തിന്നോ, തൈരും സാമ്പാറും പപ്പടവും വിശപ്പ് കൂടുതലെങ്കിൽ സാമിനും കൂടി തിന്നണ നായിന്റെ പോലെ. ഇതാണ് പോട്ടെ. താരെന്തോടെ കിടന്ന് കുരയ്ക്കുന്നത്? എടോ, ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല എന്ന് വെച്ചാൽ ആരും മരിച്ചൊന്നും പോവില്ലടോ. തകർന്ന് ഉറങ്ങാമോ? ഉറങ്ങണോ ഉറങ്ങണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളൂ കേട്ടോ. എവിടെ പോയി? എന്താ? അതെ, ചോറ് ഇരിപ്പുണ്ടോ? കുറച്ച് ചോറ് എടുക്കാൻ. അയ്യോ ഇല്ലല്ലോ, ഇന്ന് നിങ്ങളുടെ ചിക്കൻ കറി കിട്ടിയത് കൊണ്ട് ചോറ് ഞങ്ങൾക്കും കൂടി തരുന്നില്ല. ആണോ? അപ്പൊ കഞ്ഞിവെള്ളം ഉണ്ടാവൂലോ, അതായാലും മതി. അതും ഇല്ലല്ലോ, പശുവിന്റെ പാത്രത്തിൽ ഒഴിച്ചു പോയി. ഓ, അതിപ്പോ പശു കുടിച്ചിട്ടുണ്ടാവോ? പിന്നെ ഒഴിക്കേണ്ട താമസം അപ്പൊ തന്നെ അത് കുടിച്ചു കാണും. എന്താ? ഏയ് ഒന്നുമില്ല. ചോറ് മേടിച്ചോണ്ട് വന്നത് മുഴുവൻ ആ പട്ടി തിന്നു. അയ്യോ, എന്തിനാ വെറുതെ സ്വാമിയെ പട്ടിന്നൊക്കെ വിളിക്കണേ? അത് പട്ടിയല്ലല്ലോ, പശു അല്ലേ. ഇത് ശരിക്കും പട്ടി. അയ്യോ, എന്നിട്ടെന്താ? കിടന്നിട്ട് ഉറക്കം വരണ്ടേ? എന്റെ വയറ് കത്തിയാണ്. മാഷേ, ചായ ചായ കൊള്ളാമോ മാഷേ? കൊള്ളാം മാഷേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട മാഷേ. ഞാൻ പോട്ടെ. പൊക്കോളൂട്ടോ. കണ്ണു വേണോന്ന് മുതലാളി പറഞ്ഞത് വെറുതെ അല്ല. മാഷ് വന്നിട്ട് കുറഞ്ഞേരായോ? ഏയ്, ഞാനിപ്പോ വന്നേ ഉള്ളൂ. എന്നാ നമുക്ക് മുറിയിലേക്ക് പോവാം. ഓ, ഏത് ഭാഗത്തായിട്ടായിരിക്കും മുറി? അവിടെയാ? നടന്നോളൂ നടന്നോളൂ. ശല്യൊന്നും ഉണ്ടാവില്ല അവിടെ? എവിടെയാ? ഇവിടെ. ഓ ഓ, തുടങ്ങാം. മാഷ് പൂച്ച കൊന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ കൈ ഇങ്ങനെ വിറയ്ക്കുന്നേ? എന്താണെന്ന് അറിയില്ല. മാഷ് ഡ്രിങ്ക്സ് കഴിക്കൂ? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, തലേദിവസം രാത്രി മദ്യപിച്ച് കിടക്കുന്നവർക്കേ പിറ്റേ ദിവസം രാവിലെ കൈ വിറയ്ക്കുന്ന അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. സത്യം പറയാലോ കവിത, ഇത് പൂച്ചേനെ കൊന്നിട്ടും ഡ്രിങ്ക്സ് കഴിച്ചിട്ടെന്നുള്ള പറയല്ല. ഒറ്റയ്ക്കൊരു മുറിയിൽ ഞാനും കുട്ടിയും മാത്രമായപ്പോ എന്റെ അടിത്തട്ടിന്ന് വന്നിട്ടുള്ള ഒരു പറയാ. അയ്യോ മാഷ്, നമുക്ക് എന്തെങ്കിലും കുറച്ച് തുടങ്ങാം. എന്താ? അല്ല, ക്ലാസ് തുടങ്ങാന്ന് പറയാ. തസ്കരനല്ല ഞാൻ, തെമ്മാടിയല്ല ഞാൻ, പതാനിസ മുഷ്കരനല്ല ഞാൻ, തശീലേ. എന്നാ കൂട്ടറത്ത് എഴുതിക്കോളൂ. കൂട്ടറത്ത് എഴുതാൻ നല്ല സുഖാണേ. തസ്കരനല്ല ഞാൻ, തെമ്മാടിയല്ല ഞാൻ, മുഷ്കരനല്ല ഞാൻ, മുക്തശീലേ. മുക്തശീല എന്ന് വെച്ചാ? മുക്ത എന്ന് വെച്ചാ നല്ലതെന്നർത്ഥം. ശീല, മുക്തശീല എന്ന് വെച്ചാ ഷർട്ടിന്റെ തുണിയാവാം, അല്ലെങ്കിൽ തുണി തന്നെ. നല്ല തുണി. അയ്യോ, എന്തിനാ കഥ കളിച്ചത്? കുട്ടി പറഞ്ഞോണ്ടാ? എന്താണ് അവിടെ കിടന്ന് പരിക്കുന്നത്? അകത്ത് ട്യൂഷൻ നടക്കണ്ടേ? അതിനെന്തിനാ കഥ കടച്ചിട്ടിരിക്കുന്നത്? കണ്ണ് മുതലാളി നല്ല
പ്രായപൂർത്തിയായ പെണ്ണുങ്ങൾ വീട്ടിലുള്ളപ്പോൾ ഒരു കണ്ണ് വേണോന്ന് മുതലാളിയല്ലേ എന്നോട് പറഞ്ഞത്. പൊട്ടി പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് ട്യൂഷൻ കൊടുക്കുമ്പോൾ നിന്നോട് കഥ കിടക്കാൻ ആരാണ് പറഞ്ഞത്? ഇവിടെ നിന്നെ വിശ്വസിച്ച് എങ്ങനെ പുറത്തു പോണത്? നിന്നെ കാര്യസ്ഥനാക്കി എന്നെ വേണം അടിക്കാൻ. പട്ടി തെണ്ടി എരപ്പേ. ഈ പറഞ്ഞ തെറിയുടെ ഉടമസ്ഥ മുഴുവൻ താനാ. എന്തേ? സാറേ ഒന്ന് അവിടെ നിന്നേ. സാറിന്റെ പേര് സ്വാമിനാഥൻ എന്നാണല്ലേ? തനിക്ക് സ്വാമിനാഥൻ എവിടെ നിന്ന് കിട്ടി? എന്റെ പേര് രാമനാഥൻ എന്നാണെന്ന് തനിക്ക് അറിഞ്ഞൂടെ? എനിക്കറിയാം, പക്ഷെ വന്നവര് സമ്മതിക്കണ്ടേ? ആര്? അനിയൻ. അനിയനോ? ആ. ആരുടെ? സാറിന്റെ അനിയൻ. കൂടെ ഒരു ഉണ്ടക്കണ്ണനുണ്ടായിരുന്നു. എന്നിട്ട് എവിടെ പോയേ? പേടിക്കാനൊന്നുമില്ല, ഞാൻ കറക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. ഓ അല്ലേ? മുട്ടുകാലിയേറ്റ് കൊല്ലും ഞാൻ. ഇതെന്തിനാ എന്റെ മേത്തേക്ക് വരുന്നത്? എന്നാ പിന്നെ നീ കെട്ടിപ്പിടിച്ച് 2 ഉമ്മ തട്ടാ. ഞാൻ വന്നിട്ട് നിന്റെ ശവപ്പെട്ടിയും പെട്ടിക്കച്ചവടത്തിനും ശരിയാക്കി തരണം ഞാൻ. ഇറങ്ങി വേണം. ചേട്ടാ, എന്റെ ചേട്ടനൊന്നും പറ്റിയില്ലല്ലോ, ഒരപകടവും വരുത്തിയില്ലല്ലോ എന്റെ ദൈവമേ. ഈ കൂടുതൽ ഇനി എന്ത് അപകടം വരാനാ എന്റെ കൊച്ചമണി? ഈ കശ്മലന്മാർക്ക് നീ പിടികൊടുത്തില്ലേ? എന്നെ കൊലക്ക് കൊടുത്തില്ലേ നീ? എടാ മഹാഭാവികളെ, ഈ കരിങ്കല്ല് പോലെ നിൽക്കുന്ന മനുഷ്യനെ അപകടം പറ്റിയെന്ന് പറഞ്ഞ് നിന്റെയൊക്കെ നാവ് പുഴുത്തുമൊക്കെ ഉള്ളടാ. അപകടമൊന്നും പറ്റാത്തതിന് പ്രാവാണോ? സന്തോഷിക്കല്ലേ ചേട്ടത്തമ്മ വേണ്ടത്? ചീപ്പട്ടി, എന്റെയൊക്കെ കുടുംബം തകർത്തിട്ട് വേണോ അല്ലേടാ നിനക്കൊക്കെ സന്തോഷിക്കാൻ? അങ്ങനെ ചേട്ടൻ മാത്രം ഒറ്റയ്ക്ക് കുടുംബം വെച്ച് സൂക്ഷിക്കണ്ട. വരമായൻകുട്ടി, ഇപ്പൊ ചെന്നാലും അച്ഛനെ ഉടനെ ഇവിടെ എത്തിക്കാൻ പറ്റും. ബാക്കിയുള്ളവർക്ക് ഇനി കല്യാണം കഴിക്കാൻ ഒക്കെ ഇല്ലയോ ഞാൻ നോക്കാവിടെ. ഇനി നിങ്ങൾ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. എടി കൊച്ചമണി, ഇവരെ പിടിച്ചു നിർത്താൻ, പിടിച്ചു നിർത്താൻ. തടയരുത്, വഴി തടയരുത്. ആര് തടഞ്ഞാലും ഞങ്ങൾ പോകും. ഞാൻ പറയുന്നു ഒന്ന് കേൾക്കണം. വേണ്ട, ബാക്കിയുള്ളതൊക്കെ ഇനി അച്ഛനോട് നേരിട്ട് പറഞ്ഞാൽ മതി. നിന്നോട് ഞാനല്ലേ പറഞ്ഞത് പോകരുതെന്ന്. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഒരു കല്യാണം കഴിക്കണം, അത് ഞാൻ നടത്തി തരുന്നു. അതൊന്നും പറ്റില്ല, നീ പോടാ. നീ ഉണ്ടാതിരി. എന്താ ഇപ്പൊ പറഞ്ഞത്? ഞാനിപ്പോ എന്താ പറഞ്ഞത്? കല്യാണം നടത്തി കൊടുക്കാന്ന്. നിന്റെ കല്യാണം ഞാൻ എനിക്കല്ല. അയ്യേ, നിന്റെ കല്യാണക്കാരൻ ഞാൻ ഏറ്റുന്ന്. ഈ സാമിയായിട്ട് നീ ഏറ്റുന്ന്. ഏറ്റിട്ടൊടുവിൽ മാറിക്കളയോ? ഞാൻ ഈ പറയുന്നത് നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേഗം നടക്കണ. ഈ നിൽക്കുന്ന എന്റെ 2 കുട്ടികളുടെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. നീ പറയുന്ന ഏത് പിടി നിനക്ക് ഞാൻ കെട്ടിച്ചു തരും. പോരെ? എങ്കിൽ ഞാനൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു. പെൺകുട്ടിയല്ലാണ്ട് പിന്നെ ആൺകുട്ടിയെ ആരാ പ്രേമിക്കുക? പെണ്ണാരാന്ന് പറ. വേറെ ആരുമല്ല, ആനപ്പാറയിലെ പരശുമാമന്റെ മോള് മാലു. ചേട്ടൻ സത്യം ചെയ്താണ്, സത്യം ചെയ്താണ്. സത്യൊരു മണ്ണാങ്കട്ടിൽ മാച്ചോളഞ്ഞു, എല്ലാം മാച്ചോളഞ്ഞു. കൊച്ചമണി, പിള്ളേരെ കൊണ്ട് അകത്തോണ്ട് വെച്ച് പിന്നെ പിള്ളേരെ തലയിലല്ലേ സത്യം ചെയ്തിട്ടുള്ള കളി. രാമോദര, നീ എന്ന് വേറെ ആളെ നോക്ക്. ഈ പ്രശ്നം നടക്കില്ല. അല്ല, കളഞ്ഞിട്ട് വാടേ മായൻകുട്ടി. ഇപ്പൊ പോയാലും അച്ഛനെ ഉടനെ ഇവിടെ കൊണ്ടുവരാം. എടാ, ഇതിന്റെ ഇടയ്ക്ക് നീ എന്തിനാണ് അച്ഛനെ വിളിച്ചുകൊണ്ടുവരുന്നേ? എനിക്ക് ശ്വാസം ഇടാൻ കുറച്ച് സമയം എന്താടാ? ഈ ലോകത്ത് ഈ പിശാചിനല്ലാണ്ട് വേറെ ആരും നിനക്ക് കിട്ടിയില്ലടാ പ്രേമിക്കാൻ. ചേട്ടൻ എന്റെ കൂടെ നിൽക്കുമല്ലോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ഞാൻ നിന്റെ കൂടെ നിൽക്കല്ലേ. പക്ഷേ ഞാനൊരു കാര്യം പറയാം. ഞാൻ കല്യാണം കഴിച്ച വിവരം ഞാനും നീയും ഈ തെണ്ടിയും അല്ലാതെ 4മതൊരു തെണ്ടി അറിയാൻ പാടില്ല. അറിഞ്ഞാ കുഴപ്പമുണ്ടോ? മുട്ടുകാലി. ഒരു മിനിറ്റ് ഇങ്ങനെ വന്നേ. എന്താടാ കുഴപ്പമായി? എന്താ നിങ്ങൾ ഇങ്ങനെ ഒന്നാവെന്ന് ഞാൻ അറിഞ്ഞോ? സാമേട്ടൻ കല്യാണം കഴിച്ച വിവരം ഞാൻ പ്രേമേട്ടന്റെ അടുത്ത് പറഞ്ഞു പോയി. എടാ മഹാഭാവി, ഇപ്പൊ പ്രേമേട്ടൻ അച്ഛന്റെ അടുത്ത് പോയി പറഞ്ഞു കാണുമല്ലോ. എന്റെ അമ്മേ, നീ പറഞ്ഞ സത്യമാണെങ്കിൽ ഈ 500 ഇനി 3 മക്കളെ ഉള്ളൂ. ആ സ്വാമിനാഥൻ എന്ന് പറയുന്നവനെ ഞാൻ ആ മാവിന്റെ ചോട്ടിൽ വെട്ടി കുഴിച്ചു മൂടും. ഇനി നീ പറയുന്ന നുണയാണെങ്കിലോ? അപ്പോഴും 500 3 മക്കളെ കാണും. അവന് പകരം വെട്ടി കുഴിച്ചു മൂടുന്നത് നിന്നെയായിരിക്കും. നിന്നെ ഗതി കെട്ടവൻ തല മുട്ടടിച്ചപ്പോ കല്ലുമഴ പെയ്യുന്നു പറഞ്ഞു പോലെ എന്റെ കാര്യം. ഒന്ന് വേഗാവട്ടെ എന്റെ കൊച്ചമണി. ആ പ്രേമന അച്ഛനെയും വലിയേട്ടനും കൊണ്ട് ഏത് നിമിഷപ്പെടുത്തുന്നത് വരുന്നു. ഈ വണ്ടി വിളിക്കാൻ പോയിട്ടുള്ള പിശാശ എവിടേക്ക് പോയി? അവൻ ഈ വണ്ടി മുട്ടിയ അവിടെ കണ്ട് ചത്തപ്പണ്ടാർക്കാലൻ. ഒന്ന് ചെന്ന് നോക്ക്. അവൻ വണ്ടി വിളിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ രക്ഷപ്പെട്ട പ്രശ്നമില്ല. അവൻ ഇപ്പൊ ഇങ്ങെത്തും. ചേട്ടനാ പെട്ടിയും ബാഗ് ഇങ്ങോട്ടെടുത്ത്. ഇതും കൂടെ അങ്ങോട്ട് പോകണം. ശരിയാണ്, ഞാൻ എന്തിനു കൊണ്ടിറക്കണേ? എനിക്ക് എന്നാ കയ്യും കാലം മറക്കണം. നിങ്ങൾ പറക്കണ്ട. ഈ സമയത്ത് ഇങ്ങനെ പേടിച്ചാലോ? ഞാൻ ഒറ്റ വീക്ക് ഈ സമയത്ത് പേടിക്കാണ്ട് പിന്നെ ഇങ്ങനെ ചിരിക്കണ്ട. പട്ടി, നീ എന്തായി കുഴപ്പമൊന്നുണ്ടാക്കിയത്? നോക്കിക്കോ, വീട് മാറി നിന്ന് അന്ന് ഞാൻ കൊല്ലും. തീർന്നില്ലേ ഇത്? എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഒറ്റൊരുത്തരും ജീവനോട് രക്ഷപ്പെടുന്ന പ്രശ്നമില്ല.
ആ വണ്ടി വന്നു. ഇതെന്തത്? കുറച്ച് മദ്രസേവ. മദ്രസേവ നിന്നെ അയ്യോ, നിനക്കെന്ത് ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്ത് നിന്റെ അച്ഛനണ്ടി. ഒരു മനുഷ്യജീവിതം ഇവിടെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഒടുക്കത്തെ ഒരു മദ്രസേവ. അല്ലോ, ഇങ്ങോട്ട് പോരും. നല്ല പരിചയമുള്ള കാറാണ്. എന്റെ അമ്മോ, റിവേഴ്സ് എടുത്തോ. സൈഡിലോട്ട് മാറ്റിട്. എന്റെ ഈശ്വര, കൊച്ചമണി മക്കളെ. ആരാ മനസ്സിലായില്ലല്ലോ. ഓഹോ, തെറ്റിദ്ധരിക്കരുത്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാ. ശകനത്തിലൊക്കെ എനിക്ക് സ്വല്പം വിശ്വാസമുള്ളതുകൊണ്ട് ചോദിച്ചതാ. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്താ സ്നേഹിതന്റെ പേര്? എന്റെ പേര് ഞാൻ പറയണോ അല്ലേ? ഹായ്, ഞാനൊന്ന് പേര് ചോദിച്ചിന് താൻ എന്തിനാ ഇങ്ങനെ പല്ലിടിക്കുന്നേ? ദേ പിന്നെയും കടിക്കുന്നു. ഇനി കടിച്ചാ പൊട്ടത്ത വല്ല പേരാണെങ്കിൽ താൻ പറയണ്ട. ആരാണെന്ന് മനസ്സിലാവാത്തോണ്ട് ചോദിച്ചെന്നുള്ളൂ. മനസ്സിലായില്ല അല്ലേ? എന്നെ അച്ഛനെ ചേട്ടന് മനസ്സിലായില്ല അല്ലേ? അത് അച്ഛനാണെന്ന് മനസ്സിലായി, താൻ മകനാണെന്ന് മനസ്സിലായി. അതിന് ഇവിടെ വന്ന് ബഹളം വയ്ക്കുന്ന എന്താണെന്ന് മനസ്സിലായില്ല. ഇതെന്തിനാണെന്ന് മനസ്സിലായില്ലേ? നീ സ്വാമിനാഥനാണെന്ന് മനസ്സിലാക്കാൻ. ഞാൻ സ്വാമിനാഥനല്ല. അല്ലേ? അല്ല. അല്ലേ? അല്ലെന്നേ. എന്നാണ് തിരിച്ചറിയാ അടിക്കാൻ. നിന്റെ അച്ഛനല്ലെങ്കിൽ തിരിച്ചറിയടാ. അടിക്കാൻ. നിന്റെ അച്ഛനല്ലെങ്കിൽ തിരിച്ചറിയടാ. ഈ നിൽക്കണ മനുഷ്യനെ ഞാൻ അടിക്കാത്തത് എന്റെ മരിച്ചുപോയ അച്ഛനെ ഓർത്താ. ഇനി ഇയാളെ കൊണ്ട് പോയില്ലെങ്കിൽ ഈ പ്രായമൊന്നും ഞാൻ നോക്കില്ല. എല്ലാവരും എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. എന്റെ കൺട്രോള് വിട്ടു ഈശ്വര. ബാലരാമ, എടാ ബാലരാമ, ബാലരാമ, ആ സ്വാമിനാഥൻ എന്ന് പറയുന്നതുണ്ടല്ലോ, അവൻ ഇത്രയും കാലം എവിടെ പോവുകയായിരുന്നു, എന്തിനു പോവുകയായിരുന്നു, ആരെ കാണാൻ പോവുകയായിരുന്നുള്ള കാര്യം എന്നെ അറിയിക്കണം. പിന്നെ ഇന്നു മുതൽ അവൻ ഈ പടിക്ക് പോയിറങ്ങാൻ പാടില്ല. അഥവാ അവനോട് വരികയാണെങ്കിൽ എന്നെ കണ്ടിട്ട് ഏത് പാതിരേക്കാണെങ്കിലും ഇതിനകത്ത് കയറാവുള്ളൂ എന്ന് പറയണം. മനസ്സിലായോ? ഇറങ്ങുന്നില്ലേ? ഇല്ല, ബൈ. ഓക്കെ ദെൻ ബൈ. എങ്ങനെ? മിസ്റ്റർ പ്രകാശിനെ ഒന്ന് കാണാൻ പറ്റുമോ? പ്രകാശ് ഇന്ന് ലീവാണ്. ഓ, ഞാൻ നാളെ വരാം. ഞാൻ നാളെ വിളിക്കട്ടാ. ദേ ഒന്ന് നിന്നേ. പ്രകാശിനെ അന്വേഷിച്ചു. ആരാന്നാ പറഞ്ഞേ? ഞാൻ ആരാന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പ്രകാശിന്റെ ഫ്രണ്ടാ. മുമ്പ് കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ. പ്രകാശിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഞാൻ നാളെ കണ്ടോളാം. വേറൊന്നും കൊണ്ടല്ല, പ്രകാശിന്റെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഞാൻ, അതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ. ഒന്നുമില്ലെന്നേ. അങ്ങനെ അങ്ങോട്ട് പോയല്ലോ പെങ്ങളെ. അത്യാവശ്യമാണെങ്കിൽ പ്രകാശിന്റെ അഡ്രസ് ഞാൻ തരാം. നമ്പർ 251 ഗാന്ധി നഗർ, 3rd സ്ട്രീറ്റ്. താങ്ക് യു. ആയിക്കോട്ടെ.
ദൈവഭാഗ്യം, വെറും ദൈവഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് കൃഷ്ണൻ രക്ഷപ്പെട്ടത്. ജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് തെറ്റിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ആഹാ, അപ്പൊ കഥകളൊന്നും അറിയില്ലല്ലേ? പട്ടാളത്തിൽ പോയി വട്ടളകിയ എന്റെ അമ്മാവൻ കേട്ടില്ലേ അവിടുത്തെ ബഹളങ്ങള്? 2 ലോഹമായുധങ്ങൾ കണ്ട് ചികിറിപ്പാഞ്ഞ് വരുന്ന വെടിയുണ്ടകൾക്ക് നേരെ നെഞ്ചു വിരിച്ചു കാട്ടി തോക്കുകൾ കൊണ്ട് മാത്രം കഥ പറയുന്ന അമ്മാവന്റെ മുമ്പിൽ നിൽക്കാൻ ഞങ്ങൾ പോലും വിറയ്ക്കും. തലനാരിയുടെ വ്യത്യാസത്തിന് കൃഷ്ണൻ രക്ഷപ്പെട്ടത്. എന്റെ ലൈഫിന്റെ ട്രാജഡിയാണത്. മനുഷ്യത്വം തൊട്ട് തെറിച്ചിട്ടില്ലാത്തൊരു മൃഗം. എന്നെ കാണാൻ ആരും വരുന്നു പുള്ളിക്ക് ഇഷ്ടമല്ല. 24 മണിക്കൂറും ഫിറ്റ്. പ്രകാശ് എന്തിനാ ഇങ്ങനെ ഒരാളിന്റെ കൂടെ ജീവിക്കുന്നത്? എന്തൊക്കെയായാലും രക്തബന്ധമല്ലേ. അയാളാണെങ്കിൽ വിവാഹമൊന്നും കഴിച്ചിട്ടുമില്ല. കൃഷ്ണൻ ഒരിക്കലും അങ്ങോട്ട് വരരുത്. അയാൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അയ്യോ, ഞാൻ വരില്ല. ഇന്ന് വന്നത് തന്നെ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ആ തടിയൻ, മീശയില്ലാത്ത കുള്ളൻ. ആര്, ചാക്കോച്ചനോ? ആ, അയാൾ അഡ്രസ് തന്നുകൊണ്ടാ. എന്റെ പൊന്നെ, ചാക്കോച്ചൻ പറയുന്നൊന്നും ദൈവത്തോട് വിശ്വസിക്കില്ലേ? ഇല്ല, ഞാൻ വന്നത് എന്റെ ഒരു ബുക്ക് ഇന്നലെ കാറിൽ വെച്ച് മറന്നുപോയി. ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡന്റിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ച പ്രസന്റാ. ഞാൻ കരുതി അതെനിക്കുള്ളതായിരിക്കും. ആ, അങ്ങനെ കരുതി പോയതുകൊണ്ട് ഇനി ഞാനത് തിരിച്ചു തരില്ല. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഇപ്പൊ പ്രാന്തില്ല, പക്ഷെ നിങ്ങൾ എനിക്ക് പ്രാന്ത് പിടിപ്പിക്കും. എന്താന്ന്? നിങ്ങൾ എന്തിനാ പെണ്ണിനെ വീട്ടിലോട്ട് പറഞ്ഞേച്ച്? ആരെ? ആ ദൂരദർശനിൽ അന്വേഷിച്ചൊന്നുമില്ല ഒരു പെണ്ണ്, ആ ഹിന്ദുസ്ഥാനിയുടെ മോള്. ഓഹോ, അപ്പൊ അതാണ് ഹിന്ദുസ്ഥാനിയുടെ മോളല്ലേ? അത് ശരി. വീട്ടിലേക്ക് അയച്ചോണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? നിങ്ങൾക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലാവണ്ട. ഇതോ? ആ, ഇതെന്താന്നാ ഞാൻ ചോദിച്ചത്. സത്യം പറ പ്രകാശേ, എന്താ ഇതിന്റെ ഒരു ലൈൻ? ഓ, അങ്ങനെയൊന്നും ഇല്ലെന്ന്. അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഒന്നുലീ വേണ്ടാന്ന്. അങ്ങനെയൊന്നും ഇല്ലെന്ന്. ഒന്നുലീ വേണ്ടൂ. പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? എങ്ങനെ എങ്ങനെ? അത്രയ്ക്കൊന്നും ഇല്ല. അത് പിന്നെ കള്ളച്ചെക്ക, എനിക്ക് നിന്നെ അറിയില്ലേ ചൂട്ടാങ്കി? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, സുമിത്ര എറണാകുളത്ത് പോവാന്ന് പറഞ്ഞപ്പോ എന്തൊരു വെപ്രാളായിരുന്നു നിനക്ക്. ജീവിതത്തിന്റെ താളം തെറ്റി, ഉറക്കം വരണില്ല. ഇപ്പൊ നിനക്ക് ശരിക്കും ഉറക്കം വരണ്ട. ചാക്കോച്ച, നിങ്ങൾ വിചാരിക്കുന്ന പോലെ വേണ്ട, ന്യായീകരണമൊന്നും പറയണ്ട. ഓലപ്പടക്കത്തിനാ തീ പിടിച്ചിരിക്കണേ. സൂക്ഷിച്ചു കളിച്ചോ. അനുഭവം ഉള്ളതുകൊണ്ട് പറയണതടാ മോനെ. എന്താ അമ്മേ? നീലഗിരി വണ്ടർ മാജിക് എന്തിയടാ? അതിവിടുത്തെ തണ്ടർ ബോയ്സ് അടിച്ചു മാറ്റി കാണത്തില്ല. അല്ല, ഈ സിറ്റിയിലെ കള്ളന്മാർക്ക് ഇപ്പൊ സ്വർണ്ണ ഓർണമെന്റ്സ് ഒന്നും വേണ്ട അമ്മേ. ഇതുപോലത്തെ ചൊറിയണോ ഓർക്കിട്ടൊക്കെ മതി. എന്റെ കർത്താവേ, എന്നാ വില കൊടുത്തേച്ച് മേടിച്ചതാ. ഇത് എന്റെ പട്ടിപ്പട ഇവിടെ ഉണ്ടായിട്ട് എന്നതാടാ ഒരു പ്രയോജനം? വിശക്കുമ്പോ കുറയ്ക്കുന്നുണ്ടല്ലോ. അല്ല, രാത്രിയിൽ പട്ടി അഴിച്ചു വിടരുതെന്ന് അമ്മാമല്ലേ പറഞ്ഞിട്ടുള്ളത്? അഴിച്ചു വിട്ടോ നേരം വെളുക്കുമ്പോ ഇവിടെ ചവിട്ടി മെതിച്ച് മൈതാനമാക്കും. എന്റെ കർത്താവേ, ഈ നാശങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. കൽക്കട്ടൊന്നും പൂനെന്നും ഒക്കെ വരുത്തി പാകിയ വിത്ത എല്ലാം ചവിട്ടി നശിപ്പിച്ച് നാശമാക്കി. വിശേഷം പൊക്കോ അവിടുന്ന്. അപ്പുറത്തിരുന്ന് പട്ടിയുടെ പേ നോക്കും. നാശത്തിന് ഇന്ന് ഞാൻ കൊല്ലി, ഞാൻ എല്ലാത്തിനും. അവിടെ നിന്ന് ഒരു കാര്യം, ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ ഈ പട്ടിപ്രേമം നിർത്തണം, അല്ലെങ്കിൽ എല്ലാത്തിനും കൊണ്ട് വേറെ എവിടെങ്കിലും മാറി താമസണം. ഇതിലും ഭേദം അതാ. നീ തുള്ളാതെ കാര്യം പറയണ്ടേ സാറാമേ? നിങ്ങൾ അങ്ങോട്ടൊന്നും നോക്കേ. ഞാൻ കൽക്കട്ടയിൽ പൂനെന്നും ഒക്കെ വരുത്തി വിത്ത് കാണിച്ചു വെച്ചിരിക്കുന്ന കാണണമെങ്കിൽ. അല്ല സാറാമേ, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. നിനക്ക് ആ സൂപ്രണ്ട് ഉദ്യോഗം നോക്കി നടന്നാ പോരെ? എന്തിനാ ഈ പൂക്കളും കായ്കളും കനികളും ഒക്കെ? ഞാനും എന്റെ പട്ടികളും സമാധാനമായിട്ട് കഴിഞ്ഞോട്ടെ. നീ ഇപ്പൊ വലിച്ചെറിഞ്ഞ ആ പട്ടിയില്ലേ, അവൾ എവിടത്തേരാണെന്ന് അറിയോ? ജർമ്മൻകാരിയാ, അല്ലാതെ നിന്നെ പോലെ മഞ്ഞപ്പറക്കാരിയല്ല. നിങ്ങൾ നിങ്ങളുടെ ഒരു ജർമ്മൻകാരി. എല്ലാത്തിനും ഞാൻ എലി വിഷമിച്ച് കൊല്ലും. എലി വിഷം തിന്നാ എലിയല്ലേ ചാവൂ? ചങ്കി കൊള്ള വർത്താനം പറയരുത് സാറാമേ. നിന്റെ ഈ 1.5 ചക്രത്തിന്റെ പൂവും പുഷ്പവും അല്ല ഇവന്മാര്.
ഇലഞ്ഞിപ്പാറ ഈനാശുവിന്റെ കുടുംബം മുഴുവൻ തീരെ എഴുതി വിറ്റാലും ഇതിങ്ങടെ ഒരു പൂടയ്ക്ക് വില വരില്ല. ഇവന്റെ അപ്പന്റെ അപ്പൻ ഗോൾഡ് മെഡൽ വാങ്ങിയിട്ടുള്ളതാ. അല്ലെങ്കിൽ തന്നെ പട്ടികളുടെ തറവാട്ട് മഹിമയെ പറ്റി നിനക്ക് എന്നെ മനസ്സിലാവാനാ? അത് മനസ്സിലാക്കാൻ കഴിയാത്തോണ്ടാ എന്റെ അപ്പച്ചനെ അബദ്ധം പറ്റിയത്. ഈശോ മോശമേ. താറാമേ, എന്താ നീ കാണിച്ചത്? ആ, എന്നാ രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഉള്ളൂ. ഒന്നുകിൽ എന്റെ പട്ടി അല്ലെങ്കിൽ നിന്റെ ചട്ടി. ആഹാ, ഞാൻ ശരി ഇനിയില്ല റോസ് എന്താ സാറേ കാണിക്കുന്നേ? അത് താരയോട് പോയി ചോദിക്കണം. എന്താ ഇത്? ഇവിടുത്തെ കൊച്ചമ്മക്ക് വട്ടി വേണമെന്ന് പറഞ്ഞിരുന്നു. വട്ടി ഇവിടെ ചട്ടിയും പട്ടിയും കൂടി പ്രശ്നമായിരിക്കാ. പോടാ, ഇയാളെന്താ ഊളം മാറുന്ന കൊണ്ടാണോ? ഊളംപാറ നിന്നെ തന്ത. ഞാൻ ചൂടായി നിൽക്കുന്ന പറയടാ. ഞാൻ ചൂടായി നിൽക്കുന്ന പറയടാ. നമ്മളിപ്പോ എന്താ ചെയ്ത് പറയടാ? നമ്മളിപ്പോ എന്താ ചെയ്തേ? അപ്പൊ അത് ആദ്യം പറഞ്ഞു പട്ടി. അയ്യോ, ആ കുട്ടി പിശാചി മീനെ കൊല്ലണേ. ഈ കുട്ടിയെ ഞാൻ താഴ്ത്തിട്ട് പൊട്ടിക്കും ഞാൻ. എന്റെ കർത്താവേ, ഇതിനകത്തങ്ങ് പോയി കിടന്നു. അനു അങ്ങനെ കണ്ടോണ്ടെന്ന് എന്നെ വിചാരിക്കും. അനു എന്ത് വേണേ വിചാരിക്കട്ടെ. അങ്ങനെയെങ്കിലും ഈ ശല്യം ഒഴിവാകുമല്ലോ. ഇവിടെ പട്ടിയെ നോക്കാൻ നേരില്ല. അപ്പഴാ കണ്ടവന്റെ കുട്ടി. ചിക്കുമോളുടെ മമ്മ വരുന്നത് കണ്ടോ? എന്റെ ചിക്കുമോളെ നമുക്ക് മീനെ പിടിച്ച് കൊന്നു കളിക്കാം. മീൻ ചിരിക്കുന്നു. ഓടുന്നു ഓടുന്നു. മീനെ പിടിച്ച് കൊന്നു കളിക്കാൻ മോളെ നമുക്കേ കറിയാങ്കിളിനെ വെളിച്ചത്ത് കിടത്തി ഇരുട്ടത്ത് ചോറ് കൊടുക്കാം കേട്ടോ. നമുക്ക് പോവാം മോളെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല കൊച്ചിനെ ഉപദ്രവിക്കരുത്. ചിക്കുമോളെ എന്തായി കാട്ടുന്നേ? എന്താ മുത്തശ്ശ? മുത്തശ്ശനിപ്പോ എന്താ വേണ്ടേ? ഈ കണ്ണടയും പൊട്ടിച്ചോ? ഇതും പൊട്ടിയോ? ഇതൊക്കെ നിന്റെ മോളെ പണിയാ കുമ്പാളി. ആ ബെപ്പാനെടുത്ത് എന്റെ മുഖത്തേക്ക് ഒറ്റയേറാ, അറിയോ? മുത്തശ്ശൻ ഒരിടത്ത് അടങ്ങിയിരുന്നേ. ഓ, ആഹാ, ചേച്ചിയോ? വരൂ. എന്നതാ മോളെ ഒരു ബഹളം? മുത്തശ്ശനോട് വഴക്കിടുക? ഒന്നും പറയണ്ട. മുത്തശ്ശനും കൊള്ളാം, കൊച്ചുമോളും കൊള്ളാം. രണ്ടും കൂടി ചേർന്നാ പിന്നെ എനിക്ക് ശരണം കിട്ടുവോ? ആരാ മോളെ അത്? കറിയാച്ചനും സാറാ ചേച്ചിയുമാ. പിന്നെ എടുത്തു വെച്ചോ. ഈ പൊട്ടിയ കണ്ണട വെച്ചാ കണ്ണിന് കേട് വരില്ലേ? ഓ, ഇനി എന്തോ കേട് വരാൻ. നോക്ക് ചേച്ചി, ആഴ്ചയിൽ ഒരു കണ്ണാടി. പുതിയ ഗ്ലാസ് ഇട്ട് ഇന്നലെ വാങ്ങിയതാ. എന്റെ ശമ്പളത്തിന്റെ പകുതിയും മുത്തശ്ശന് കണ്ണാടി വാങ്ങിയാ തീരുന്നത്. അതെ, ചില ആൾക്കാർ അങ്ങനെയാ. വയസ്സായി കഴിഞ്ഞാ പിന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ തക്കം നോക്കിയിരിക്കും. പെട്ടിയിലാകും വരെ ഇവളുടെ അപ്പൻ എന്നെ എന്തുമാത്രം കഷ്ടപ്പെടുത്തിന്നറിയോ? പെട്ടിയിലായി കഴിഞ്ഞാ പിന്നെ കുറച്ച് നേരത്തേക്ക് ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞ പിന്നെ സുഖായി. അയ്യോ, ഇപ്പോഴാലോചിക്കുമ്പോ എനിക്ക്. ആ അനു, ജോലിക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഓഫീസിൽ ഒരാളോട് ഞാൻ പറഞ്ഞിരുന്നു. ഇന്നോ നാളെ ഇങ്ങ് എത്തിക്കാന്ന് വാക്ക് തന്നിരിക്കുക. അതെയോ? താങ്ക് യു ചേച്ചി. ഞാൻ ആകെ കഷ്ടപ്പെടുക. ഓഫീസിൽ പോലും പോവാൻ പറ്റുന്നില്ല. ഇനി ഒരു കഷ്ടപ്പാടും ഇല്ല. കുട്ടിയുടെ കാര്യവും വീട്ടുകാര്യവും ഒക്കെ ഭംഗിയായിട്ട് നടന്നോളൂ. ഓ, അതെനിക്കറിയോ. ഓ, എന്ത് വേണം? എന്താ? ഇവിടെ ജോലിക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ, പറഞ്ഞിരുന്നു. ആള് വന്നോ? അല്ലല്ല, ആള് ഞാൻ തന്നെയാ. നിങ്ങളോ? അതെ, കാര്യങ്ങളൊക്കെ മൂന്ന് സാറിനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെപ്പോലെ ഒരാളെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ, ഒന്ന് നിക്കേ. ഞാൻ നല്ലൊരു വിലക്കാരനാ. ചേച്ചി പറഞ്ഞ ആളാണോ നോക്കി? അയ്യോ, എന്നെ പറഞ്ഞേക്കരുത് സാർ. ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. എടാ കൊച്ചനെ, ഇവർക്ക് ആവശ്യം ഒരു പെമ്പറന്നോരെയാ. കറിക്കരിയണം, തുണി നനയ്ക്കണം, ഈ വീട് തൂത്തു തുടക്കണം, പിന്നെ കൊച്ചിനെ നോക്കണം. എനിക്കറിയാം, ഈ പറഞ്ഞ ജോലികളൊക്കെ ഞാൻ ചെയ്യാം. അത് ശരിയാവില്ലേ ചേച്ചി? ഇനി വന്ന്. അയ്യോ, എനിക്ക് ഈ ചെക്കവിടേക്ക് അങ്ങോട്ട് പോണേ. നീ ഇവിടെ നിൽക്കാൻ. അല്ല, ഞാൻ അതെന്നാ ശരിയാവാത്തെ? അവനെ കണ്ടിട്ടൊരു പാവാണെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ മൂന്നിന് ഇങ്ങോട്ട് പറഞ്ഞയക്കൂ. എന്നാലും ചേച്ചി, ഞാനും മോളും മുത്തശ്ശനും മാത്രമല്ലേ ഉള്ളൂ. ഒരു പരിചയമില്ലാത്തൊരു പുരുഷനെ എങ്ങനെയാ ഇന്ന്? കയ്യിൽ വന്ന വീണ ഭാഗ്യം തട്ടിക്കളയരുത്.
ഇന്നത്തെ കാലത്ത് സ്ത്രീകളെക്കാൾ ഭേദം പുരുഷന്മാരാ. അനു അവന്റെ മുഖം ശ്രദ്ധിച്ചോ? പരമഭക്തനാവാൻ വളരാത്ത ഒന്നും അവൻ ചെയ്യില്ല. ഇനിയിപ്പോ ഒന്നും ആലോചിക്കാനില്ല. കറിയച്ചൻ അങ്ങോട്ടേന്ന് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ചെല്ലെന്ന് സാർ ദയവ് ചെയ്ത് എന്നെ പറഞ്ഞു വിടരുത് സാർ. അങ്ങനെ പറയരുത് സാർ. എനിക്കാരുമില്ല സാർ. തളർവാദം പിടിച്ചെടുക്കുന്ന ഒരു അമ്മ മാത്രം. മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു ജോലി കിട്ടി കാണണമെന്നുള്ളത് അമ്മയുടെ അവസാനത്തെ ആഗ്രഹമാണ്. അവരുടെ ആനന്ദക്കണ്ണീർ കണ്ടുകൊണ്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്നത്. നീ ഇനി ഒരു ജോലിയില്ലാതെ എന്നെ കണ്ടാൽ അവർക്കത് താങ്ങാനാവില്ല സാർ. അമ്മയില്ലാതെ ഞാൻ വീട്ടിലേക്ക് പോകില്ല സാർ. സാർ പ്ലീസ് എന്നെ കൈവിടരുത്. ഞാനും എന്റെ അമ്മയെ ആത്മഹത്യ ചെയ്യുന്ന സാറിനെ കാണേണ്ടി വരും സാർ. സാർ ഒരു കുടുംബം സമ്മതിക്കണ്ടേ? എന്നെ കൈവിടരുത്. കാല് പിടിക്കാൻ സാർ. പ്ലീസ്. തന്റെ പേരെന്താ? വാസുദേവൻ. പ്രവാസുദേവനാ? അത് വീട്ടുപേരാ. പ്രാവ് പുരയ്ക്കൽ വാസുദേവൻ. അതെന്താ തന്റെ അപ്പന് പ്രാവിടുത്തുണ്ടായിരുന്നു? അച്ഛനല്ല, മുത്തച്ഛന്. മരിക്കുന്നത് വരെ പ്രാവുകൾ മുത്തച്ഛനൊരു ഹരമായിരുന്നു. പണ്ടൊരിക്കലേ മുത്തച്ഛനും പ്രാവുകളും തമ്മിൽ. അങ്ങയുടെ ഒരു പ്രാവും പക്ഷി. അതെന്താ പ്രാവിനെ പറ്റി ഇവിടെ പറയാൻ പാടില്ല? പാടില്ല. എടോ തനിക്ക് അടുക്കള പണിയൊക്കെ അറിയോ? ഓഫ് കോഴ്സ് മാഡം, ഐ ക്യാൻ ഡു. താനിപ്പോ എന്താ പറഞ്ഞേ? തനിക്ക് ഇംഗ്ലീഷ് അറിയൂ? ആരോടും പറയരുന്ന് ആഗ്രഹിച്ചതാ. ഇനിയിപ്പോ എന്തിനാ വിളിക്കുന്നത് സാർ? BS വരെ പഠിച്ചൊരു ചെറുപ്പക്കാരനാണ് സാർ ഞാൻ. അതൊന്നും എനിക്കൊരു ശാപമാ. കൂലിപ്പണി ചെയ്യാന്ന് വെച്ചാൽ പോലും ആരും തരുന്നില്ല. ഒരു അഭ്യസ്തവിദ്യനായ ചെറുപ്പക്കാരോടുള്ള സിമ്പതി എനിക്ക് ഇവിടെ ഒന്ന് പറയാനുള്ളൂ. ആ സിമ്പതി എന്നോട് കാട്ടരുത്. വാസുദേവ സാർ പ്ലീസ്. നീ അടുക്കളയിലേക്കല്ലേ? എന്നിട്ട് ജോലി തുടങ്ങിക്കോ. സാർ ഞാൻ ഒരിക്കലും. പിന്നെ എടോ താൻ അടുക്കളയിലോട്ടില്ലേ? മോളെ നമ്മുടെ പുതിയ സെർവന്റാ. ഞാനല്ല അവിടെ. താനെന്താ വിളിച്ചത്? ഇയാളെന്നോ? മര്യാദക്ക് സംസാരിച്ചോണം. അവിടെ നിൽക്കാൻ. നിന്നെ ഞാൻ എന്താ ഞങ്ങള് പാപത്തി കളിക്കുക. താനെന്താ വിളിച്ചു പോയത്? ഞാൻ തന്നെ തല്ലിന്നോ? ആള് കൊള്ളാമല്ലോ. എനിക്കിട്ട് പാര വെച്ചോണ്ടല്ലോ. എന്തെങ്കിലും കഴിക്ക്. അതെ, അത് ഞാൻ തീരുമാനിച്ചോളാം. അറിയാം, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നിരിക്കുന്നത്. കൂടുതൽ വിളച്ചിലെടുത്താണ്ടല്ലോ ഇത് അടുപ്പിലോട്ട് വെച്ചിട്ടേ ഉടുപ്പ് അങ്ങോട്ട് പൊക്കിട്ട് നല്ല ഷൂന്ന് വെച്ചു. ഹലോ ഹലോ, വാസുദേവനാ? ഞാനാ അനു. എങ്ങനെയുണ്ട് മോളെ? എന്തെടുക്കുക? വല്ല പ്രശ്നമുണ്ടോ? ഏയ്, ഒരു പ്രശ്നമില്ല. മോള് മിടിക്കല്ലേ. ഭക്ഷണം എടുത്തു വെച്ച് കഴിഞ്ഞു. എടുത്ത് പഠിക്കും. അതെ, കഴിക്കാൻ പോകുന്നു. കഴിച്ചോണ്ടിരിക്കുകയാണ്. മോളെ തമാശ കളിച്ചോണ്ട്. ഓക്കെ ഓക്കെ മാഡം. ഇനി എന്റെ സ്വഭാവം മാറ്റരുത്. മര്യാദക്ക് ഞാൻ തരുന്ന ഭക്ഷണം മുഴുവൻ കഴിച്ചോളാം. കഴിയേ. ഇനി മുതൽ താൻ എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എപ്പ കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. ആ, ഗോഡ് തന്നെ. കഴിക്കാനാ പറഞ്ഞത്. സാർ തന്നെ തുറച്ചു നോക്കുന്നു. പ്രശ്നമൊന്നുമില്ലല്ലോ. ഏയ്, ഒന്നുമില്ല. കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. കുട്ടിയുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, തന്റെ. എനിക്കോ? വിളഞ്ഞ വിത്ത സൂക്ഷിക്കണേ. ഗുരുതരമായിട്ടുള്ള പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട. ഏയ്, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കറിയ പെറ്റ്സ് കോർണറിലേക്ക് ഫോൺ ചെയ്താൽ മതി. ഇതിനെ ശരിയാക്കാനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്. കൊഞ്ചിച്ച് വളർത്തിയിട്ടാണ്. നല്ല കലേമയുടെ അടി കൊടുത്തോണ്ടല്ലോ. നേരെയാവാത്ത കേസൊന്നുമില്ല. വിശ്വാസികള്, ഞാൻ ഇവിടെ നിക്കണ. ഏയ്, ഒരു കുഴപ്പമില്ല. സാറ് പോയിക്കോ. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും. ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല.
നീ വാ താഴത്തേക്ക് പാടി നീ ശരിയാക്കി തരണം ഞാൻ